നെയ്റ്റുംകൂട്ടിൽ തേവാങ്കം എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തേവാങ്കോ? അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നെയ്റ്റുംകൂട്ടി തേവാങ്കം എന്ന് പറഞ്ഞ ഒരു ജീവി ഇതിന്റെ അകത്ത് നീറിനെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ ആ തേവാങ്കത്തിനെ പിടിച്ച് നമ്മള് ഒരു പ്രത്യേക മരുന്ന് അതിനെ പ്രിപ്പറേഷൻ ചെയ്ത് എടുത്താല് അപ്പൊ അത് മാരക രോഗങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യുന്ന ഒന്നാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഞാൻ ആദ്യം കേൾക്കുന്ന തോമ ഈ കാപ്പി മുഴുവൻ നീറാണല്ലോ. എന്റെ ചെവിയിലും കയറി രണ്ടെണ്ണം, കയ്യിലും എല്ലാം കയറി. ഞാൻ വളർത്തുന്നല്ലേ? ഞാൻ ഓർത്ത് ഇതിലെ വരുന്നവരെ ആക്രമിക്കാൻ ജോബ് തുറന്നു വിട്ടാ കാപ്പിക്കുരി പറിച്ചിട്ട് പോകാതിരിക്കാം. കാപ്പിക്കുരി കറിക്കാൻ. എന്നാ അതൊന്നും അല്ല സംഭവം. ഞാന് ഒരു മെഡിസിനോ കാര്യങ്ങളോ ഒരു ഹോർമോണോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. കാപ്പിയെ നാച്ചുറൽ ആയിട്ട് നിർത്തിയിരിക്കുന്ന വളമൊന്നും ചെയ്യാറില്ല. വളം ജൈവവളം കൊടുക്കുന്നത്, രാസവളം കൊടുക്കാറില്ല. ഈ നീറിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് കാരണവന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരിതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നിരീക്ഷിച്ച് പഠിച്ചിട്ടില്ല. നീറുള്ള പറമ്പ് ഐശ്വര്യമുള്ള പറമ്പാണ്. ഐശ്വര്യമുള്ള പറമ്പാ. നീറുള്ള പറമ്പ് ഐശ്വര്യമുള്ള പറമ്പാ. അപ്പൊ അവിടെ വൈറസുകളൊന്നുമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ നീറ് കയറുന്ന മരത്തേല് കാവലുള്ളതാണെങ്കിൽ ഇറുങ്ങ് പോലെ കായ്ച്ചിരിക്കും. അതിന് കാരണം എന്നാ? അതിന് കാരണം എന്താന്ന് വെച്ചാല് നീറ് ഇത് ഈ ഇലകൾക്കടിയിൽ സുഷിരങ്ങളുണ്ട്. അപ്പൊ ഈ സുഷിരങ്ങളിൽ കൂടി ഒക്കെ വന്നു കഴിയുമ്പം ആ ചെടിക്ക് ആവശ്യമായ സൾഫർ മൂലകങ്ങളൊക്കെ ഇതിൽ ഫോർമിക് ആസിഡ് ഉണ്ട്. അപ്പൊ അത് പ്രധാനം ചെയ്യും. ഫോർമിക് ആസിഡിന്റെ തലപ്പത്ത് കിടക്കുന്ന സൾഫൂറിക് ആസിഡ്. അവന്റെ അനിയമ്പാവയാണ് ഈ ഫോർമിക് ആസിഡ്. ഈ നീറിന്റെ ശരീരത്ത് സൾഫൂരിക് ആസിഡും ഫോർമിക് ആസിഡും ഒക്കെ ഉണ്ട്. സൾഫൂരിക് ആസിഡും ഫോർമിക് ആസിഡ് അല്ല. യഥാർത്ഥത്തിൽ നീറിന്റെ ഉള്ള ഏതാന്ന് ഒരൊറ്റ ആൻസർ ചോദിച്ചാൽ ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡാണ്. ഫോർമിക് ആസിഡിന്റെ തലപ്പത്ത് കിടക്കുന്ന സൾഫൂറിക് ആസിഡാണ്. ഈ സൾഫൂറിക് ആസിഡിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. സൾഫർ എന്ന് പറഞ്ഞ ഗന്ധകം അടിക്കുക എന്നൊക്കെ പറയല്ലേ? അടിക്കുന്നത് ആ സംഭവമാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ദേഹത്തുള്ളത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാല് രാജഗോപാലയുടെ മൂർഖന്റെയും വെനം ഒന്നാന്ന് പറഞ്ഞാലും വെനത്തിന്റെ ആ വേരിയേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും ഫോർമിക് ആസിഡ് കൊണ്ടു നടക്കുന്നെങ്കിലും ഈ സൾഫറിന്റെ അംശം ഇതിന്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സകലമാന ഇനത്തിന് ജൈവ സൾഫറാണ് ഇവ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നീറ് കയറി മേഞ്ഞ് നടക്കുന്ന ചെടിയിലെല്ലാം സൾഫറിന്റെ. പിന്നെ വേറൊരു കാര്യം കൂടെ പ്രധാനപ്പെട്ട ഓക്സിജന്റെ ലെവൽ കറക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ തമ്മിൽ ലെവൽ ഉണ്ടല്ലോ, ആ ലെവല് കറക്റ്റ് കീപ്പ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നീറ് കയറുള്ളൂ. അപ്പൊ അത് കറക്റ്റ് അല്ലെങ്കിൽ നീറ് വരില്ല. അതാണ് ഇന്നത്തെ ജനത്തിന് മനസ്സിലാകാതെ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഈ നീറ് നടപ്പുണ്ടെങ്കിൽ നീറ് നടപ്പുള്ള മരം ഉണ്ടെങ്കിൽ ആ പറമ്പ് ശുദ്ധമാണ്. നീറ് നടപ്പുള്ള ചെടികളുടെ അവസ്ഥ, അതായത് യാതൊരു രോഗ അവസ്ഥകളിലും ഇല്ലാത്ത ചെടികളിലെ അതിന്റെ പ്രദേശങ്ങളിൽ പോലും ഇല്ലാത്ത ചെടികളിൽ മാത്രമേ നീറ് പിടിക്കുള്ളൂ. അപ്പൊ ഈ നീറിന്റെ സവിശേഷ ഗുണങ്ങളെല്ലാം ടോം ഇവിടെ അറിയാവുന്ന രീതിയിലൊക്കെ വിവരിച്ചു. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ജീവിയാ ജോനകൻ ഉറുമ്പെന്ന്. അപ്പൊ ജോനകം കയറുന്നോടെ മുടിഞ്ഞ് മുത്തറ ഇടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പ്രകൃതി ഓരോന്നിനെയും കൺട്രോൾ ചെയ്യും. ഈ ലോകം മുഴുവൻ നീറ് കയറി ശരിയാവുകയല്ല. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രകൃതി കൊടുത്തിരിക്കുന്ന മറുമരുന്നാണ്. അപ്പൊ ജോനകൻ ഉണ്ടെങ്കിൽ നീർ ഒതുങ്ങും. നീറ് തന്നെയല്ല, പലതിനെയും ജോനകൻ ഒതുക്കുന്നുണ്ട്. പല വൃക്ഷങ്ങള്, കപ്പളം, കരിയേപ്പ്, അങ്ങനെ അതിന്റെ നിയന്ത്രണത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതാ. ടോമിന്റെ ഈ കാപ്പിത്തോട്ടമെല്ലാം അതിമനോഹരമായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇതിന് സ്മെല്ല് അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ നല്ല സ്മെല്ല് കുറവല്ലേ? സ്മെല്ല് കുറവാ. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഒരു 1/2 കിലോമീറ്റർ മാറി വന്നാലും നല്ല മണം വരുന്നതാണ്. അപ്പൊ ഇത് പൂത്തിട്ട് കുറച്ച് ദിവസമായോ? ഇത് 3 ദിവസമായി. 3-ാമത്തെ ദിവസം എന്താ? അപ്പൊ അന്നേരത്തേനും സ്മെല്ല് കുറഞ്ഞു വരും. അപ്പൊ ഇത് തേനീച്ച പരാഗണം നടത്തി കഴിഞ്ഞു. ഇത് പൂവായി. ഇത് 3 ദിവസമായി. അതുകൊണ്ടാണ് ഇതെല്ലാം നോക്കി ഈ വെളുപ്പിന്റെ അകത്ത് ഇത് ക്ഷീണിക്കാൻ തുടങ്ങി. ഇതൊരു കറുത്ത ഞരമ്പ് കണ്ടോ? കറുത്ത അതിന്റെ പരാഗ രേണുക്കള്. ഈ കറുത്ത ഞരമ്പ്. ഈ കറുത്ത ഞരമ്പ് ഇത് കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ കാപ്പി പൂവല്ലേ? അപ്പൊ അത് പെൺപൂവാണ് ആൺപൂവാണ്? ഇതെല്ലാം പെൺപൂവാ. ഇത് പരാഗണം നടന്നു. ഇനി ഇവര് പുഷ്പിച്ചു. ഇവര് ഈ പൂക്കൾ അടന്നു പോകാൻ തുടങ്ങും. പൂക്കള് ചവിണ്ട് അങ്ങോട്ട് മാഞ്ഞു പോകും. ഇവര് മരിച്ചു പോകാൻ തുടങ്ങും. ഇവരുടെ ജോലി കഴിഞ്ഞു. അപ്പൊ ഈ പരാഗണം നടത്തി ഈ പരാഗരേണുക്കള് തേനീച്ച കൊണ്ടുപോയി നടത്തുന്നത് ഈ
ഈ ഞരമ്പുകളിൽ നടത്തി. അത് കഴിഞ്ഞിട്ട് ഈ നാടി ഇത് കുരുവായി മാറി. ഇത് അപ്പൊ ഇവിടെ പൂമ്പൊടി ചാടിയാല് ഇവൻ കാ പിടിക്കുള്ളൂ. അതങ്ങനെ തന്നെ. അതെല്ലാം സിസ്റ്റം അല്ല ഒന്ന് തന്നെ. ഇതുകൊണ്ട് നിൽക്കുന്ന കണ്ടോ, ഇവിടെ പരാഗണം നടന്ന ഇത് കറുത്ത ചവുണ്ട്. ഇത് ഇങ്ങനെ ഇവിടെ ഇതിലേക്ക് പോവാ. അവിടെ കാ പിടിച്ചു. അപ്പൊ ഇത് അതിന്റെ ഇത് കറുത്ത ഇതുകൊണ്ട് ചവുണ്ട് പോയിരിക്കുന്ന കണ്ടോ, ചവുണ്ട് പോയിരിക്കുക. ഇത് അപ്പൊ അത് എത്ര ദിവസം കഴിച്ചതാ? ഒരാഴ്ച കഴിഞ്ഞോ? ഇത് പിന്നെ ഒരു നേരത്തെ പെയ്ത മഴയിൽ, ചെറിയ മഴയിൽ പെട്ടെന്ന് തന്നെ ആയി പോയതാണ്. ഇത് പരാഗണം കുരുവായി മാറി. ചെറിയ കുരു രൂപപ്പെട്ടു. എന്നാൽ ഇത് കൃത്യമാകാത്ത ഈ കുരു ഇവിടെ ഇല്ലാതെ മച്ചിപ്പൂവായിട്ട് പോകും. അപ്പൊ അത് പരാഗണം നടക്കാത്ത മച്ചിപ്പൂവായിട്ട് അപ്പൊ അവിടെ കാ പിടിക്കല. അതായത് ഇത് മീനം മേടം മാസക്കാലം, ഏപ്രിൽ മാർച്ച് മാസക്കാലങ്ങളിലെ പുതുമഴയ്ക്കാണ് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം മഴ പെയ്തല്ലോ. 3 ദിവസം മുമ്പ് മഴ പെയ്തുകൊണ്ടാണ് ഈ കാപ്പി പൂത്ത് 7 ദിവസം കൊണ്ട് ഇതിന്റെ പരിപാടി തീരും. അപ്പൊ പരാഗണം നടന്ന് മാഞ്ഞു പോകും. കാപ്പിയിൽ ഇങ്ങനെ കുറച്ച് ചൗണ്ടും പോയി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടായും വരുന്നുണ്ട്. അതെന്നാ കാരണം? ഇതേ നേരത്തെ ഇത് കാ ഉണ്ടായി നേരത്തെ പറിച്ചു പോയായിരുന്നു. അപ്പം ഈ കാപ്പിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അത് അടുത്ത വിത്ത് ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയ തൂളുമഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവർ ചാടി പുറപ്പെട്ടു. ഇത് അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ചെറിയ തൂളുമഴയിൽ ഉണ്ടായി വന്നതാണ് ഈ തൂളുമഴയിൽ പൂത്ത് ഉണ്ടായി വന്നു. അപ്പൊ ഇത് പരാഗണം നടന്നില്ല? അല്ല, പരാഗണം നടന്നു, കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇത് ചവിണ്ടിട്ട് പിന്നെ ഇത് ഊരി പോകാൻ പറ്റാതെ പോയി. അത് കാരണം മഴ പെയ്തില്ല. അപ്പൊ അത് ഉണങ്ങി അവിടെ സ്റ്റക്കായി പോയി. അപ്പൊ ആ കാ പിടിക്കാതെ പോയി. ഇതിനകത്ത് പ്രധാനമായിട്ടും മഴ പെയ്ത് കഴിയുമ്പം ഇത് ചെടി ഊർജം വരും. ആ സമയത്ത് ഇവര് പൂക്കാൻ തുടങ്ങും. പൂക്കാൻ തുടങ്ങും. പൂത്ത് കഴിഞ്ഞ 3 ദിവസത്തിനകം ഇത് പരാഗണം നടന്ന് കാ പിടിച്ച് ഇത് പൊഴിയാൻ തുടങ്ങും. ചൗളും അങ്ങനെ ചൗണ്ടാണ്. ഇത് കണ്ടോ നിറം മാറിയിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ അകത്തും ഒരു വയലറ്റ് കളറും പോലെ ഇത് കണ്ടോ വന്നിരിക്കുന്നത് കണ്ടോ. പരാഗണം നടന്നു. ഈ സംഭവം അല്ല, ഇനി പൊഴിയാൻ തുടങ്ങും. ഇവരുടെ ജോലി കഴിഞ്ഞ് ഇവരിനി പൊഴിഞ്ഞു പോവുക. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് ചൗണ്ട് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഇത് ചൗണ്ട് കഴിയുമ്പോൾ കറുത്ത് പോയി കഴിയുമ്പോൾ മഴ പെയ്തില്ലെങ്കിൽ കാപിടുത്തം കുറയും. അപ്പം മഴ പെയ്യും. അതെന്താണെന്നറിയോ? അറിയത്തില്ല. അപ്പോൾ ഇതിൽ മഴവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കുക ചെയ്യണം. സ്പെന്നിലിട്ട് നനച്ചു കൊടുക്കുക ചെയ്യണം. വിട്ടു പോകണം. ആ മഴവെള്ളം ചെന്ന് കഴിയുമ്പോൾ ഇതിലോട്ട് വെയിറ്റ് കയറും. വെയിറ്റ് കയറി കഴിയുമ്പം നല്ല വെയിറ്റ് കഴിയുമ്പം ഇതിങ്ങനെ അടന്ന് താഴോട്ട് പോരും. മഴ പെയ്താൽ സ്വാഭാവികമായിട്ട് ഒരു 3-4 ദിവസത്തിനകം മഴ പെയ്തില്ലെങ്കിൽ ഇതിനുള്ള ഒരു 20-30% വിളവെ ബാധിക്കും. കാരണം കാപിടുത്തം കുറവായിരിക്കും. അതിനാണ് കാപ്പി നനച്ചു കൊടുക്കുന്നത്. കാപ്പി പൂത്ത് കഴിഞ്ഞ് ചവളാൻ തുടങ്ങുമ്പോൾ സ്പിന്നറിട്ട് നനച്ചു കൊടുക്കണം. വേസ്റ്റ് ഈ കറുത്ത് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഇതിൻ്റെ തൊപ്പി പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ ഫ്ലവർ അങ്ങ് പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഇതിനകത്തെ കാ ഇവിടെ പിടുത്തുന്നു. അപ്പോൾ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ കാപിടുത്തം കുറയും. ടോമ പറഞ്ഞ പോലെ മഴ പെയ്ത് ഈ ചവുണ്ട പൂക്കൾ പൊഴിഞ്ഞു പോകാത്തതുകൊണ്ട് കാപിടുത്തം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇത് പൂത്ത് വരുന്നുണ്ടല്ലോ. ഇത് പിടിച്ചു കയറിയില്ല. ഇത് ഇതെല്ലാം മച്ചിപ്പൂവായി പോയി. എന്നിട്ടും കാപ്പി അനുകൂലമായ കാലാവസ്ഥ വന്നപ്പോഴത്തേനും മഴ പെയ്തപ്പോഴത്തേനും മൊത്തം പൂത്തു. ആ കൂട്ടത്തിൽ ഇതിന്റെ ബാലൻസ് അന്ന് വന്നിരുന്നതാണ് പൂത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാലൻസ് ആണോ ഇതിന്റെ ഇടയ്ക്ക് പൊട്ടി മുളച്ചതാണോ? അല്ല, അത് ഇതേ തന്നെ ഉണ്ട്. ആദ്യം കുറെ പൂത്തു. ആദ്യം ടെൻഡൻസിയിൽ നല്ലോണം കുറെ പൂത്തു. ആ പൂത്തതിന്റെ ചാടി പൂത്തു. അത് കഴിഞ്ഞ് മഴവെള്ളം വീണ് ഇത് പോകാതെ വന്നു കഴിഞ്ഞപ്പോൾ മിനിങ്ങാന്ന് മഴ പെയ്തല്ലോ. മിനിങ്ങാന്ന് 3 ദിവസം മുമ്പ് മഴ പെയ്തപ്പോഴത്തേനും ബാലൻസ് ചെയ്താൽ നിന്നിരുന്ന ഈ ചെറുകായ എല്ലാം കൂടെ കയറി വന്നിരിക്കുന്നതാണ്. കായാണോ? അല്ലല്ല, ചെറുപൂക്കള് വിരിയാൻ പറ്റാതെ ശേഷിയില്ലാതെ നിന്നിരുന്നവര് കയറി വന്നു. ഇന്ന് മിടുക്കരായി. പോയി. അന്ന് ശേഷിയില്ലാതെ പൂക്കലായിരുന്നു.
അപ്പൊ കാ പിടിക്കാൻ പോയോണ്ട് പ്രകൃതിയുടെ ഒരു മാജിക്കായിട്ട് ഇതിലൊരു 10-50 കായെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഊർജ്ജമുള്ള ഒരു 10-30 പെട്ടെന്ന് മഴയ്ക്ക് തന്നെ ഉണ്ടായി. പക്ഷെ അവർക്ക് മഴയുടെ അനുകൂലമായിട്ട് വരാത്തതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അതിന് ശേഷി കുറഞ്ഞാൽ 10-25 ഇപ്പോൾ ഒരു 10-25 ഈ ഒരു സെറ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ 25 കയറി വരും. കാപ്പി പൂത്ത് കഴിയുമ്പം മഴ ശരിക്കും പെയ്ത് ഇത് ചുണ്ടതെല്ലാം പോയില്ല എങ്കിൽ കാ പിടിക്കാതെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ഇത് പൂക്കും, കുറച്ചേ പൂക്കും. അപ്പം വിളവ് കുറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം ഒരേ സമയത്ത് പൂത്ത് കായായെങ്കിലേ വിളവ് നമുക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. അപ്പം ഈ സംഭവിച്ചതിൻ്റെ അകത്ത് നമുക്ക് എത്ര ശതമാനം വിളവ് കുറയാൻ സാധ്യതയുണ്ട്? 30%. ഇതെല്ലാം പോയതാ. ഇതെല്ലാം കയറി വന്നു. പിന്നെ ഇത് ഭാഗ്യമായിട്ടേ ഉള്ളൂ. അല്ല, അതാണ് ചില സമയങ്ങളിൽ കാലാവസ്ഥ അനുകൂലമല്ലാതെ വന്നിട്ട് വിളവ് കുറയുന്നു, വിളവ് കൂടുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നല്ല ഇറുങ്ങു പോലെ കഴിച്ചു കിടക്കുന്ന കാണാൻ പറ്റേ. അപ്പൊ ഇത് നനച്ചു കൊടുക്കുവായിരുന്നെങ്കിൽ നനച്ചു കൊടുക്കാനൊക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, മഞ്ഞ് ഇതിനകത്ത് പ്രധാന ഘടകമാണ്. നല്ല ഇത് പൂക്കുന്ന സമയത്ത് നല്ല മഞ്ഞിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ആ വെയിറ്റിൽ ഇത് പോരും, മഴയില്ലെങ്കിൽ പോലും മഞ്ഞാൽ ഇത് താഴെ പോകും. അതായത് 7-6 ദിവസമായതിന് കണ്ടവാനായി കഴിയുമ്പോഴത്തേനും ഇത് വെയിൽ കൂടി പോയത് കൊണ്ട്, ഇത് പൂത്ത സമയത്ത് വെയിൽ കൂടി പോയത് കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല, ഉണങ്ങിപ്പോയി. അതേസമയം വെയിലില്ലാതെ നിൽക്കുകയും ഇത് പൂത്ത സമയത്ത് മഞ്ഞോ ശക്തമായിട്ടുണ്ടായിരുന്ന ഈ കായെല്ലാം പിടിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ പ്രക്രിയ. കാപ്പി പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്. അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ ശരത്കാലങ്ങളിൽ 5 കാലം ഉള്ളത്. വസന്തകാലം, ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ 5 കാലം ഉള്ളത്. ഈ 5 കാലങ്ങളിൽ ഇത് പൂക്കൾ വിരിയുന്ന സമയമാണ്. അതായത് കുംഭം മീനത്തിലാണ് വസന്തകാലം ആരംഭിക്കുന്നത്. ഈ വസന്ത കാലഘട്ടങ്ങളിൽ ഇതുപോലെ മഞ്ഞിന്റെ സഹായം കൊണ്ടും പുതുമഴ പെയ്യുന്നത് കൊണ്ടും ആണ് ഈ കാപ്പി ഇങ്ങനെയുള്ള എല്ലാം ഈ പുഷ്പിക്കുന്ന സാധനങ്ങളെല്ലാം. ഇത് വസന്തകാലത്താ അതിനകത്ത് കാപ്പിക്ക് മാത്രമാണ് ഇത്രയും പ്രാധാന്യമുള്ളത്. ഇതുപോലെ പൂക്കൾ നനവ് ചെന്ന് പൂക്കള് വരെ പൊഴിഞ്ഞു പോയാൽ മാത്രമേ അത് കാപിടിച്ച് കയറാൻ പറ്റുള്ളൂ. അത് കാപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നിലവിലുള്ളതില്ല. കൃത്രിമമായിട്ട് വേണമെങ്കിൽ നമുക്ക് നനച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതെല്ലാം പിടിക്കും. നനച്ചാൽ കിട്ടും. ഇത് നോക്കിയിരുന്ന ഇത് മൗണ്ട് കഴിയുമ്പം ഇതൊരു കറുപ്പ് നിറവായി ഇതുപോലെ കറുത്ത അങ്ങ് ആയി വന്നു കഴിയുമ്പം കാപ്പിപ്പി ചൗളുക എന്ന് പറയും. നമ്മുടെ ഭാഷയിൽ ചൗളുക എന്ന് പറയുന്നത്. കാപ്പി ചൗണ്ട് കഴിയുമ്പം ഒറ്റ സ്പിന്നർ എടുത്ത് ശരിക്കും അടിച്ചു കഴിഞ്ഞാൽ സംഗതി ഓക്കെ. പിടിച്ചിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.